അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹ്സിനയുടെ ഉമ്മയും ആങ്ങളയും അല്പം വാശിയിൽ തന്നെയാണ് തൻ്റെ മകളോട് അവർ ചെയ്ത ഈ ഒരു പ്രവൃത്തി അവരെ ഏറ്റവും ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. അവൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ആ മോളെ, ഉമ്മ, സിനു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് വെറുതെ. എന്താ എൻ്റെ പൊന്നുമോളെ, നിന്നെ പൊട്ടത്തിയാക്കാനാണ് അവർക്ക് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1.5 മാസത്തോളം നിന്നോട് നല്ല രീതിയിലല്ലായിരുന്നല്ലോ സിനാന്. അങ്ങനെയാണെങ്കിൽ അവൻ അന്ന് തന്നെ പറയില്ലേ, മോളെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നീ ക്ഷമിക്കണം എന്നൊക്കെ. ഉമ്മയുടെ തൃപ്തിക്കാണെങ്കിൽ അങ്ങനെയല്ലേ? അല്ലുമ്മ, അത് ഉമ്മയുടെ കാര്യത്തിൽ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഉമ്മാക്ക് വലിയ തറവാട്ടിൽ നിന്നുള്ള പെൺകുട്ടികളെയൊക്കെ വേണം, അതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനനുസരിച്ച്. എൻ്റെ പൊന്നു മോളെ, എന്തൊക്കെ തന്നെയാലും ഭർത്താക്കന്മാർ ഭാര്യമാരോട് സ്നേഹമുള്ളവരാണെങ്കിൽ ഒന്നും മറച്ചു വെക്കില്ല. നിനക്കറിയായിട്ടാണ്. എനിക്കിഷ്ടമായിരുന്നു എൻ്റെ സിനാൻ എന്ന മരുമകനെ. പക്ഷേ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവനെ ആലോചിക്കുമ്പോൾ തന്നെ ദേഷ്യമാണ്. കാരണം അവൻ നിന്നോട് 1 മാസം മുമ്പേ തന്നെ ഈ ഒരു വെറുപ്പ് കാണിക്കൽ തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയാം നിൻ്റെ മുഖത്ത് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും വിഷമ സന്തോഷം ഉണ്ടെങ്കിലും എനിക്കറിയാം. അത് ഞാൻ കണ്ടതുമാണ് അറിഞ്ഞതുമാണ്. എനിക്ക് അറിയാമായിരുന്നു. ഞാനൊക്കെ വിചാരിക്കും, അപ്പോൾ പഠിച്ചോനെ എന്താ ഈ കുട്ടി ഇങ്ങനെയെന്നൊക്കെ. അന്ന് തന്നെ എനിക്കറിയാം എൻ്റെ പൊന്നു മോളെ. ഇപ്പോൾ അത് ഏറെക്കുറെ ഉറപ്പായും ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, ആരാ പറയാത്തത്? നാട്ടുകാരെല്ലാം പറഞ്ഞു നടക്കുന്നുണ്ട് ഈ ഒരു കാര്യം. പിന്നെ എൻ്റെ ഇക്കാക്കിയുടെ ചെവിയിലെത്തിയപ്പോൾ അവനക്കത് വല്ലാത്ത വിഷമായി. അതുകൊണ്ട് തന്നെ അന്നെ പെട്ടെന്ന് കൊണ്ടുവരാൻ വന്നതും പിന്നെ സിനാന് വന്നപ്പോൾ പറഞ്ഞേക്കാതിരുന്നതും അതുതന്നെയാണ്. അങ്ങനെ സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവൻ ചെയ്തത് തീർത്തും തെറ്റ് തന്നെയാണ്. ഭയങ്കര മോശം പ്രവൃത്തിയാണ് ഓൻ ചെയ്തത്. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്താ എനിക്കൊരു കുഴപ്പമുള്ളത്? ഒന്നുമില്ല. മുഹ്സിന ആകെ വിഷമിക്കുന്നു. അവൾക്ക് ഇനി എങ്ങനെ ഉമ്മയോടത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയുന്നില്ല. ശരിയാണ്, ആർക്കും അത് ഇഷ്ടമുണ്ടാവില്ല. മോളെ മുഹ്സി, ഉമ്മ വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ പെണ്ണ് പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത്? അതിനെക്കുറിച്ച് പറ. നിനക്കറിയില്ല മോളെ, അതൊക്കെ നിന്നെ പറ്റിക്കാൻ വേണ്ടി ഓരോ നാടകം കളിക്കുകയാണോല്. ഇപ്പോൾ കണ്ടില്ലേ, ഓൻ അവിടെ കഴിയണതാ. ഓൻ ഏത് റൂമിലാണ് കിടക്കണത്? അവളുടെ റൂമിലല്ലേ? ആ, ഒന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്നാൽ. വേണ്ടുമ്മ, വേണ്ട. പിന്നെന്താ, കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. നിൻ്റെ ഉമ്മയോട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് യഥാർത്ഥം. ഒന്നും കൂടി വേണമെങ്കിൽ നിൻ്റെ മുമ്പിൽ നിന്ന് ലൗഡ് സ്പീക്കറാക്കി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് അവർ പറയുന്നതെന്ന്. അതിനനുസരിച്ച് നിനക്ക് തീരുമാനം എടുക്കാം. നിനക്ക് അവൻ്റെ ഭാര്യയല്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നിനക്ക് തീരുമാനിക്കാം അവൻ്റെ കൂടെ ജീവിക്കണമെന്ന്. അതല്ല, എൻ്റെ മോന് ഓളെ കെട്ടിക്കൊണ്ടെന്ന് തന്നെയാണ് നിക്കാഹ് കഴിച്ചിക്കണമെന്ന് പറഞ്ഞാൽ, എൻ്റെ മുഹ്സിയെ, നിൻ്റെ ജീവിതം നീയാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ല. ഒരിക്കലും നീ ബുദ്ധിമുട്ടരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അറബിയുമ്മ നല്ല രീതിയിലും സന്തോഷത്തിലുമാണ് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. പിന്നെ ഇങ്ങനെയൊക്കെ പ്രവൃത്തി അവരറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇത് ചെയ്തത് തികച്ചും ചതിയാണ്. കാരണം നീ അവിടെ ഉണ്ടായിരിക്കെ നിന്നോടൊരു വാക്ക് പോലും ശരിക്ക് ഒന്നും പറയുകയും ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? എത്രയോ ആൾക്കാരുണ്ട് അറിയാതെയും കാണാതൊക്കെ ചെയ്യും. പക്ഷേ ഇതങ്ങനെയൊന്നല്ലല്ലോ. നീ ഒന്ന് ആലോചിച്ച് നോക്ക് മോളെ. ഇനി നിനക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ, നിനക്ക് ഭാര്യ അങ്ങനെ കുഴപ്പമില്ല, എൻ്റെ ഭർത്താവിന് 2 ഭാര്യയായത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ, ആ നിൻ്റെ ഇഷ്ടം പോലെ, ഞങ്ങൾ പിടിച്ചു വെക്കണില്ല. അനക്ക് തീരുമാനിക്കാം എൻ്റെ ജീവിതം. കാരണം നീയാണ് അനുഭവിക്കേണ്ടത്. ഞങ്ങളുടെയൊക്കെ കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ. നിങ്ങളാണ് എന്നും സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി കഴിയേണ്ടത്. അപ്പം നിനക്ക് തീരുമാനിക്കാം എന്താണെന്നുള്ളത്. ഉമ്മ അല്പം ദേഷ്യത്തോടു കൂടി തന്നെയാണ് ഇത് പറഞ്ഞത്. എന്നാൽ അത് കേട്ട് മുഹ്സിന പറയുന്നു, ഉമ്മ സാരല്ല, ഞാനങ്ങനെ ജീവിച്ചോളാം. എനിക്ക് സിനു എൻ്റെ ഭർത്താവായി നിന്നാൽ മാത്രം മതി. മോളെ, നീ ആലോചിച്ചിട്ടാണ് ഈ പറയുന്നത്. ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുമോ? ഭർത്താക്കന്മാരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടിയും പോകില്ലല്ലോ എൻ്റെ പെണ്ണെ. നീ എന്തറിഞ്ഞിട്ടാണ് നീ ഇങ്ങനെ? നിനക്കറിയില്ല മോളെ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത്. നിനക്ക് സങ്കടാവൂലേ അത് കാണുമ്പോൾ? ഉമ്മ, മക്കളില്ല എന്നതിൻ്റെ പേരിലും കൂടിയാണ് അങ്ങനെ ഉമ്മ ചെയ്യിപ്പിച്ചത്. ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണ്. അല്ല, അനക്ക് ഏകദേശം 1.5 മാസത്തോളം ആയിരുന്നല്ലോ
അതിപ്പോൾ മക്കളുണ്ടാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുമോ? ഒന്ന് പറ നീയേ. ഉമ്മയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ പെറ്റ് തള്ളയാണ്. എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം. ഉമ്മ പ്ലീസ്, നിങ്ങളൊന്നും ചോദിക്കണ്ട. അല്ലല്ല, അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഞാൻ നിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് വെറും പണിക്കാരിയാക്കി വേലക്കാരിയാക്കി നിർത്താനല്ല. എനിക്കും ചിലതൊക്കെ ചോദിക്കാനുണ്ട്. ആ ഉമ്മ പറയുന്നു, നിനക്ക് ഉപ്പില്ലാന്ന് വിചാരിച്ചിട്ട് എന്തും കാട്ടാന്നാണോ ഓരോ വിചാരം? അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കാൻ പറയും. കാരണം അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എൻ്റെ കുട്ടി ആർക്കെങ്കിലും ഒരു ഉപദ്രവം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടുത്തെ നേരം പുലർന്ന് അന്ത്യാവോളം അവിടുത്തെ ഭാരവും ജോലിയെല്ലാം ചുമന്ന് തോട്ടത്തിൽ പോകലും വിറകുണ്ടാക്കലും തേങ്ങ കൊണ്ടുവരലും എല്ലാം എൻ്റെ കുട്ടി ചെയ്യുന്നുണ്ട്, ക്ഷമിച്ച് സഹിച്ച്. എന്നിട്ട് എൻ്റെ കുട്ടിയെ ഇങ്ങനെ ഒരു കാട്ടിയത് വല്ലാത്തൊരിടങ്ങാറായിപ്പോയി. ഉമ്മ നിങ്ങൾ കരയല്ലേ? അല്ല മോളെ, എനിക്കറിയാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. ഉമ്മ നിങ്ങളെന്താ ഇങ്ങനെ വിഷമിക്കുന്നത്? വിഷമിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. ഉമ്മ ഒന്നും പറയണ്ട, ഞാൻ പോയിക്കോളാം. സിനുവിൻ്റെ വീട്ടിലേക്ക് ഞാൻ അവിടെ നിന്നോളാം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താ ചെയ്യേ. ആ ദിവസം തന്നെ അതാ ഉമ്മ അവളുടെ ആങ്ങൾക്ക് വിളിക്കുന്നു. മോനെ. ആ ഉമ്മ. മുസ്സി എവിടെ? അവൻ വിളിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നത് മുസ്സിയാണ്. ഇവിടെ ഉണ്ട് മോനെ. അല്ല മോനെ, നമ്മൾ എന്താ ചെയ്യുക? എന്തുമ്മ? അല്ലേ, അവൾക്ക് അവൻ്റെ അടുത്തേക്ക് പോകണമെന്ന് അതാ പറയണത്. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയണില്ല, അവൻ്റെ അടുത്തേക്ക് പോകണമെന്ന്. ഉമ്മ, അവളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ, അതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവൾക്ക് തന്നെ ജീവിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആയിക്കോട്ടെ. 2 ഭാര്യമാരുടെ കൂട്ടത്തിൽ അവൻ, അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. എന്തേ പറ്റുമോ? അവിടുത്തെ ഉമ്മാക്കും തന്നെ ആയിരിക്കും ഇഷ്ടം. കാരണം ജോലിക്കൊരാൾ വേണമല്ലോ. ഉമ്മ ഞാൻ എന്ത് പറയാനേ, ഞാൻ അവളോട് പറയാനുള്ള ഒന്നും കൂടി ഉപദേശിച്ച് നോക്കാം. എന്നിട്ടത് കഴിഞ്ഞിട്ടും അവൾക്ക് താല്പര്യമില്ല നമ്മളെ വീട്ടിൽ നിൽക്കാനെങ്കിൽ അവൾ പോയിക്കോട്ടെ. പിന്നെ നമ്മൾ പിടിച്ചു വെക്കുന്നത് ശരിയല്ല. എന്താ അങ്ങനെ? അതാ ഉമ്മ ഫോൺ കട്ട് ചെയ്തു. നേരെ മുഹ്സിനയ്ക്ക് വിളിക്കുന്നു. അവൻ, ഹലോ ഇക്ക. മുസ്സിയെ, കാക്കാൻ്റെ കുട്ടി ആലോചിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ച് വല്ലതും? എന്ത്? അല്ലേ, നീ പോകാൻ വേണ്ടി എന്താ നിൻ്റെ ആഗ്രഹം? പോകണോ നിനക്ക്? അതോ ഇവിടെ നിന്നാൽ മതിയോ? കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഉമ്മയുടെയൊക്കെ കൂടെ ജീവിക്കല്ലേ നല്ലത്? ഇവിടെ ആകുമ്പോൾ എൻ്റെ കുട്ടിക്ക് അത്ര പണിയില്ല, ഒന്നുമില്ല. നല്ല രീതിയിൽ ജീവിക്കാം. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം. ഇക്കാക്ക നിങ്ങളൊന്നും ആലോചിക്കണ്ട, ഞാൻ പോയിക്കോളാം. മോളെ, നീ പോകാൻ വേണ്ടിയിട്ടില്ല, നിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ടാണ് ഞാൻ പറയണത്. അവിടെ പോയ മോളെ നിന്നെ കഴുതയെ പോലെ പണിയെടുപ്പിക്കും, അത് ഉറപ്പാണ്. ഇക്കാക്കാക്ക് മനസ്സിലല്പം വേദന ഉള്ളതുകൊണ്ടാണ് പറയണത്. എന്താ മോളുടെ തീരുമാനം? നിനക്ക് തീരുമാനം നിൻ്റെ ഇഷ്ടം നീ പോയിക്കോ, ഞാൻ ഒന്നും പറയണില്ല. ഇക്കാക്ക ഞാൻ പോവുകയാണ്, എനിക്കിവിടെ നിൽക്കാൻ കഴിയണില്ല. മോളെ, എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു താല്പര്യം എന്നുണ്ടെങ്കിലേ എൻ്റെ മോള് പോയിക്കോ. എന്നാണ് നിനക്ക് തിരിച്ചു വരാൻ ഇങ്ങോട്ട് തോന്നുന്നത് അന്ന് ഇക്കാക്കയെ വിളിച്ചോണ്ടി ഇക്കാക്ക വരും നിനക്ക് വേണ്ടി. എന്താ? അത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു. എന്നെ അത്രക്കും സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ സിനുവിനെ വിട്ട് ജീവിക്കാനും എനിക്ക് കഴിയുന്നില്ല. ഉമ്മ. ആ എന്താ മുസ്സിയെ, എന്തെൻ്റെ തീരുമാനം? എൻ്റെ ഇഷ്ടം പോലെ ഉണ്ടോ? എൻ്റെ ഭാവി ജീവിതം നിർണ്ണയിക്കുന്നത് നീ തന്നെയാണ്. നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാം. ഞങ്ങൾ നിന്നെ പിടിച്ചു വെക്കൂല. കാരണം നീ ഒരുത്തൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് നിനക്കുണ്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഓരോ അവകാശം. ഞങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമെന്ന് വിചാരിക്കരുത്. മോൾക്ക് മോളുടെ ഇഷ്ടം പോലെ ചെയ്യാം. മോൾ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാണെങ്കിൽ മോൾക്ക് അങ്ങനെ പോകാം. എന്താ? ആ ഉമ്മ, എന്നാൽ ഞാൻ സിനുവിനെ വിളിക്കട്ടെ? ഞാൻ പോട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ സിനുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. മോളെ, എൻ്റെ കുട്ടി ശരിക്കും ആലോചിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത്? പിന്നെ മോളെങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് വിളിച്ചാലോ? ഇല്ലുമ്മ, ഞാൻ വിളിക്കൂല. ഞാൻ അവിടെ തന്നെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കും, ഉറപ്പാണ്. ആ എന്നാൽ എൻ്റെ കുട്ടി പോയിക്കോളി. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എന്നെ പറഞ്ഞേക്കല്ല, നിൻ്റെ ഇഷ്ടം തീരുമാനിക്കാനാണ്. വിളിച്ചോ എൻ്റെ മാപ്പിളിനെ. എനിക്ക് ആ ഉമ്മ കരയുകയായിരുന്നു. ഉമ്മ കരയല്ലേ? കാരണം എനിക്കും കൂടെ ഇതിൽ പങ്കുണ്ട്. കാരണം എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം
നല്ല രീതിയിലാക്കേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പോൾ മോളെ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തു. ഇനി ഞാൻ ആ ഉമ്മ കരയുന്നുണ്ടായിരുന്നു. എന്തായാലും വേണ്ടില്ല, എനിക്ക് സിനുവിൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്നുള്ള ഒരു വാശിയിൽ അവളതാ അവളുടെ ഭർത്താവിനെ വിളിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. എന്തായാലും എൻ്റെ ഭർത്താവ്, എൻ്റെ സിനു എന്നെ ഓർത്തിട്ടിരിക്കുകയായിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. അവളതാ ഫോൺ എടുത്ത് ഡയൽ ചെയ്യുകയാണ്. സിനാൻ്റെ വീട്ടിൽ ഈ സമയം. സിനാനെ, എൻ്റെ ഫോണതാ കുട്ടിയെ ബെല്ലടിക്കണേ, ഒന്ന് എടുത്ത് നോക്കാം. എത്ര നേരമായി ഇതിങ്ങനെ? സിനാൻ. ആ ഉമ്മ ഇതാ വരുന്നു. ഇതാ വീണ്ടും അടിക്കണേ, എടുത്തു നോക്ക്. ഉമ്മ തന്നെ ഫോണിലേക്ക് നോക്കി. ആഹാ, മുഹ്സിമോൾ. ഓ മുഹ്സിമോള്, എന്താ സ്നേഹമെന്നോ. ഇതടാ ഏതോ ഒരു മോൾ എന്നെ വിളിക്കണേ. ഉമ്മ അല്പം ദേഷ്യത്തോടെ കൂടി തന്നെയാണ് പറഞ്ഞത്. സിനാൻ ഓടിയെത്തി. ഹലോ. ആ സിനാന് ആ ഫോൺ കൊണ്ട് ഉമ്മയുടെ അടുക്കൽ നിന്ന് അതാ അപ്പുറത്തേക്ക്. പോയിക്കോ, ഞാൻ കേൾക്കുമല്ലോ നിങ്ങൾ രഹസ്യ സംഭാഷണം. എനിക്കിപ്പോൾ എന്താ, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഉമ്മ അവൻ്റെ പിന്നാലെ വരുന്നുണ്ടോ എന്ന് സിനാന് സംശയം. സിനാനെ, ഉമ്മയുടെ ആ ഒരു വിളി. അസുഖമൊക്കെ മാറിക്കണേണ്ട് വരാൻ പറഞ്ഞൂടെ? എന്താ അപ്പോൾ അവിടെ അങ്ങനെ നിന്നിട്ട്? ഇവിടെ കണ്ടില്ലേ കിടക്കണൊരു കോലം. വീട്ടിലെത്തിയാൽ അവൾക്ക് പിടിപ്പതും പണിയും ഉണ്ടാകുമെന്ന് സിനാന് ഉറപ്പായിരുന്നു. മുസി, ഇക്ക ഞാൻ അങ്ങോട്ട് വരികയാണ്. നീ ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ. നീ എന്താ ഉമ്മയൊക്കെ പറഞ്ഞത്? ആങ്ങളൊക്കെ എന്താ പറഞ്ഞത്? അവർ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. ആയിക്കോട്ടെ, എൻ്റെ കുട്ടീനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ വരട്ടെ. ആ ഇപ്പം തന്നെ പോരെ. എന്താടാ ഓള് പറഞ്ഞത്? ഉമ്മയുടെ ഞെട്ടിക്കുന്ന ആ ഒരു ശബ്ദത്തിന് മുമ്പിൽ അവൻ ശരിക്കും ഒന്ന് പതറിപ്പോയി. മുഹ്സിയാണ് വിളിച്ചത്. മുഹ്സി അല്ലല്ലോ, മുഹ്സി മോളല്ലേ. ഹോ, എന്തൊരു സ്നേഹം. സിനാനെ, പിന്നെ ഒരു കാര്യം ഞാൻ തന്നെ പറഞ്ഞേക്കാം, അവളെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. ദാ 2 പേരുണ്ട് ഇവിടെ, 2 പേർക്കും സ്നേഹം പകുത്ത് കൊടുക്കണം. ഈ ഷാഹിനിയോട് വല്ലാതെ മിണ്ടലും പറയലും അതൊന്നും കാണുന്നില്ല, എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഉമ്മയുടെ ആ ഒരു ഭീഷണിക്ക് മുമ്പിൽ സിനാൻ ഒന്നും മിണ്ടിയില്ല. അവൻ അപ്പോൾ തന്നെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് മാറി തൻ്റെ പ്രിയപ്പെട്ട മുഹ്സിയെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ സിനാന് അവിടെ എത്തുന്നു. മുഹ്സി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സിനു. മുഹ്സി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം, കയറി വാ. ഉമ്മ. സിനു വന്നു. സത്യം പറഞ്ഞാൽ ഉമ്മാക്കൊക്കെ നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ അവൻ ചെയ്ത പണിയിലാണ് അവർക്ക് ഏറ്റവും വിഷമം തോന്നിയത്. ഉമ്മ കാര്യമായിട്ടൊന്നും സിനാനോട് മിണ്ടുവാൻ വന്നില്ല. ഉമ്മ ഒന്ന് പോയി നോക്കി. എന്തിനാ മോളെ, എനിക്ക് കഴിയില്ല എൻ്റെ കുട്ടിയെ വിഷമിപ്പിച്ചിട്ട്. ഇല്ലമ്മ, അതൊന്നും സാരില്ല, ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഇല്ലാത്തതാണെന്ന്. എന്നാലും ഉമ്മാക്ക് നല്ല സങ്കടമായിരുന്നു. ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളിന്നാൽ. ഉമ്മ അപ്പോഴേക്കും ചായ ഉണ്ടാക്കി ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് വെച്ചു. വീട്ടിലേക്ക് ഒരാൾ വന്നാൽ സൽക്കരിക്കുന്നതും സ്വീകരിക്കുന്നതും മിണ്ടുന്നതും മര്യാദയല്ലേ എന്ന് കരുതിയിട്ട് പറഞ്ഞു. അതെ മോനെ, ചായ കുടിക്കാൻ പോരെ. ശരിക്കും ഉമ്മാക്ക് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുവാൻ കഴിഞ്ഞില്ല. കാരണം തൻ്റെ കുട്ടിയോട് ചെയ്ത ആ ഒരു ക്രൂരത അത് ആലോചിച്ചിട്ടാണ് ഉമ്മാക്ക് സങ്കടം. സിനാൻ അകത്തേക്ക് വന്നിരുന്നു. ചായ കുടിക്കുന്നു. മോനെ ചായ കുടിച്ചോ? വീണ്ടും ഉമ്മ പറയുന്നു. സാധാരണ രീതിയിലുള്ള സംസാരങ്ങളൊന്നും ഉമ്മാക്ക് പറയുവാനേ കഴിഞ്ഞില്ല. മുഹ്സി, അവൻ വിളിച്ചു. എന്നാൽ നീ മാറ്റിക്കോ. ദാ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഉമ്മാക്ക് സത്യം പറഞ്ഞ ടെൻഷനാണ്. എൻ്റെ കുട്ടി ഞാൻ അവിടെ പോയാൽ പണിയോട് പണി. പിന്നെയെന്ന് വെച്ചാൽ ആ തള്ളൻ്റെ ചീത്ത കേൾക്കൽ. പിന്നെ മറ്റൊരു പെണ്ണിനെ കൊണ്ട് നിർത്തിയില്ലേ, ഓളെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് അവൻ്റെ കുട്ടിയെ കേൾക്കുക. പാവൻ്റെ കുട്ടി. ഉമ്മ നിങ്ങൾ കരയല്ലേ, എനിക്കൊന്നും ഉണ്ടാവില്ല. സീനു ഉണ്ടായി എനിക്കൊരു പേടിയില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യൽ സീനുവാണ്. മോളെ, ഉമ്മാൻ്റെ കുട്ടീനെ ഇഷ്ടതാണെങ്കിൽ കുട്ടി പോയിക്കോളി. അവളുടെ നെറുകിൽ അതാ ഉമ്മ ചുംബിക്കുന്നു. ആ കണ്ണുകൾ തോർത്തിക്കൊണ്ട് ഉമ്മ പറഞ്ഞു, പഠിച്ചോനെ എൻ്റെ കുട്ടിയെ നീ കാക്ക്.
മോളെ നിനക്ക് തലകറക്കം എന്തൊക്കെ ഉണ്ടായിട്ട് റെസ്റ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്താ പോകുന്നത്? ഉമ്മ അതൊക്കെ മാറി, കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ സിനുവിൻ്റെ കൂടെ അല്ലാത്ത ജീവിതം അവൾക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട സിനുവിൻ്റെ കൂടെ ഒരു ദിവസം മാത്രമാണ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞത്, അല്ലാതെ ഒരിക്കൽ പോലും അവൻ്റെ കൂടെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സങ്കടവും അവൾക്കുണ്ടായത് കൊണ്ട് തന്നെ അവൾ വേഗം പോകുന്നു. പിന്നെ സിനു പറഞ്ഞ വാക്ക്, എടി പെണ്ണേ, ഞാൻ ഒരിക്കലും ആരെയും നിക്കാഹൊന്നും ചെയ്തിട്ടില്ല. നിക്കാഹ് ചെയ്തിട്ടുള്ള ഒരേ ഒരു പെണ്ണുത നീ മാത്രമാണ്. അതിൻ്റെയൊക്കെ ഉള്ളിൽ മറ്റു പല രഹസ്യങ്ങളുണ്ട്. അതൊന്നും നോ പ്രോബ്ലം, ഒന്നും ഇപ്പം ആലോചിക്കണ്ട. എന്താ, എൻ്റെ ഭാര്യ നീയാണ്, പോരെ? സമാധാനമായില്ലേ? അതിലാണ് അവൾക്ക് സിനുവിനോടുള്ള ദേഷ്യമെല്ലാം കുറഞ്ഞത്. എന്തൊക്കെ തന്നെയാലും അവർ നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അതാ പോകുകയാണ്. ഉമ്മയോട് യാത്ര പറയുന്നു. സിനാൻ ഉമ്മയെ വിളിച്ചു. ഉമ്മാക്ക് മിണ്ടാൻ ശരിക്ക് കഴിയാത്ത പോലെ. ഞങ്ങൾ ഇറങ്ങട്ടെ മോനെ. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് സിനാൻ്റെ അടുക്കലെത്തി. മോനെ, എൻ്റെ കുട്ടിയെ വിഷമിപ്പിക്കരുത് കേട്ടോ. എൻ്റെ കുട്ടി പാവാണ്. എൻ്റെ കുട്ടിക്ക് ആരോടും ഒന്നുമില്ല. കണ്ടില്ലേ ഇപ്പം നിന്നെ വിളിച്ചു വരുത്തി നിൻ്റെ കൂടെ പോരുന്നത്. അവൾ ആരും ഉപദ്രവിച്ചാലും എന്തൊക്കെ തന്നെയായാലും ഒരു കുഴപ്പമില്ല. പാവാണ് എൻ്റെ കുട്ടി. എൻ്റെ കുട്ടിയുടെ ബാപ്പല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും കഷ്ടപ്പെടുത്തരുത് കേട്ടോ. കാരണം ആങ്ങളായാലും ഞാനൊക്കെ പൊന്നു പോലെ എൻ്റെ കുട്ടീനെ നോക്കുന്നത്. ഇനിയിപ്പോൾ ദാ മറ്റുള്ള കല്യാണം ആയി തുടങ്ങിയിരിക്കണ്. അവൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അവളെ മുഹ്സിയെ ഭയങ്കര വേദനയാണ്. എൻ്റെ കുട്ടിയെ നിങ്ങൾ സംരക്ഷിക്കണം, ആ ഒരു ഉറപ്പിലാണ് ഞാൻ വിടുന്നത്. ഉമ്മ തീർച്ചയായും മോൾക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അതാ കണ്ണീരോടെ ആ ഉമ്മ ഒരിക്കൽ കൂടി അവളെ ചുംബിച്ച് സലാം പറഞ്ഞ് യാത്രയാക്കുന്നു. സിനാൻ്റെ കാറിൽ അവൾ കയറിയിരുന്നു. അപ്പോഴാണ് അവൾക്കൊരു ആശ്വാസമായത്. അങ്ങനെ അവർ കാർ സ്റ്റാർട്ട് ചെയ്ത് അതാ പോകുന്നു. ഉമ്മ കണ്ണീരോടെ ദുആ ചെയ്തു. അല്ലാ, എൻ്റെ കുട്ടിയെ നീ കാക്ക്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഉമ്മ നേരെ അതാ ഉളുഹ് ചെയ്ത് നിസ്കരിക്കുവാൻ വേണ്ടി പുറപ്പെടുന്നു. അങ്ങനെ അത് സിനാനും ഭാര്യയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഹ്സി, വഴി മാറിയല്ലോ സിനോ. വഴി മാറിയിട്ടുണ്ടല്ലോ, ഇങ്ങോട്ടല്ലല്ലോ. അതൊക്കെ ഉണ്ടാകും, വഴി മാറാതിരിക്കുമോ? എന്താ, ഇന്ന് നമ്മൾ വേറൊരു വഴിക്കാണ് പോകുന്നത്. പറ്റുമോ? എങ്ങനെയുണ്ട്? അതെന്താ സിനു? അല്ല, ഇന്ന് ഞാൻ നിന്നെ കൂട്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ ഉമ്മ നല്ല രീതിയിൽ നിരീക്ഷിക്കും. ഉമ്മ നല്ല രീതിയിൽ എന്നെ സെർച്ച് ചെയ്യും. ഞാൻ എവിടെയാണ്, എങ്ങോട്ടാണ്, ആരോടാണ്, എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഉമ്മാൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ അതാണ്. എന്ത്, തറവാടിയായ ഒരു പെൺകുട്ടിയെ ഉമ്മാക്ക് കിട്ടി എന്നുള്ള സന്തോഷമാണ്. സംഭവം കുറച്ച് ആൾ അത്ര പോരാ, എങ്കിലും ഉമ്മാക്ക് ആ ഒരു ദിമ്മൽ പിടിച്ച് നിൽക്കുകയാണ്. അവിടെ നിൽക്കട്ടെ, തൽക്കാലം ഈ ഒരു രീതിയിൽ തന്നെ തുടരുകയാണ് നല്ലത്. അപ്പോൾ തൽക്കാലം നമുക്ക് ചെറിയൊരു ടൂറാക്കിയാലോ? അല്ല, അത് വേണ്ട, എനിക്ക് പേടിയാണ്. ഉമ്മ ചോദിക്കൂലേ എവിടെയായിരുന്നു? അങ്ങനെ ആര് പറഞ്ഞു? ഇന്ന് നമുക്കിവിടെ റിസോർട്ടൊക്കെ എടുത്തൊന്ന് താമസിച്ചിട്ട് നല്ല തണുപ്പുള്ള വയനാടൊക്കെ ഒന്ന് പോയി റിസോർട്ടൊക്കെ എടുത്ത് താമസിച്ചിട്ട് നമുക്ക് നാളെ ഇൻഷാ അല്ലാ പുറപ്പെടാം. എന്താ? അല്ല, ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊന്നും. എന്തിന്, നീ ഒന്നും എടുക്കാതല്ലേ വന്നത്? പിന്നെ ഞാനല്ലേ നിൻ്റെ ഫോൺ കൊണ്ടുവന്നത്, ഓർമ്മയില്ലേ? ഡ്രസ്സാണോ പെണ്ണെ പണി? ഡ്രസ്സ് എത്ര ടെക്സ്റ്റൈൽസ് എവിടെ നിന്നൊക്കെ കിട്ടും. നോ പ്രോബ്ലം, ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. അവൻ നേരെ അതാ വാഹനം മറ്റിടത്തേക്ക് തിരിക്കുന്നു. മുഹ്സിയുടെ മനസ്സിൽ പേടിയുണ്ട്, സന്തോഷമുണ്ട്. മുഹ്സി, പേടിയുണ്ടോ പെണ്ണെ? പറ, പേടിയുണ്ടോ? അത് സിനു, എനിക്ക് കുറച്ച് പേടിയുണ്ടെങ്കിലേ അതവിടെ മനസ്സിലങ്ങ് വെച്ചേക്കൂട്ടോ. നീ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെ. ഓക്കെ. പിന്നെന്താ, ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് പേടിക്കുമോ? പറ. ഭർത്താവ് എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ എല്ലാമാണ്. എന്ത് കാര്യത്തിലും ഭർത്താക്കന്മാർ കൂടെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഏറ്റവും സേഫ്റ്റിയാണ്. അങ്ങനെയല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഭർത്താവ് ഉണ്ടെങ്കിൽ പേടിക്കാനല്ല, അതാണ് ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ. അതുപോലുള്ളൊരു ഭർത്താവിനല്ലേ ഞാനും. എന്ത് നിനക്ക് പേടി ഇതില്ലേ? അത് സിനു, എനിക്ക് പേടി അങ്ങനെയല്ല. പറഞ്ഞോ.
ഉമ്മ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതാണ്. ഓഹോ, നിനക്ക് മെയിനായിട്ടുള്ള വിഷയമൊന്നുമല്ല. അവിടെ അടുക്കളയ്ക്ക് അങ്ങോട്ട് ഇറങ്ങണം. എന്നിട്ട് രാവിലെ തുടങ്ങിയ ചായ, കടി, കറി, ചോറ്, മീൻ, ഉപ്പേരി അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കഴുകലും, അത് കഴിഞ്ഞ് അകൊക്കെ മുറ്റടിച്ചു മുറ്റൊക്കെ അടിച്ച് വാരി തുടക്കലും അലക്കലും എല്ലാം കഴിഞ്ഞ് നല്ലൊരു വീട്ടു ജോലിക്കാരിയായി നിൽക്കണം. അതല്ലേ നിൻ്റെ പ്ലാന്? അങ്ങനെയല്ല. പിന്നെന്താ? അങ്ങനെയാണല്ലോ നിൻ്റെ ടൈം ടേബിള്. അത് എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്നതല്ലേ. ആര് പറഞ്ഞു? എല്ലാ പെണ്ണുങ്ങളൊന്നും ചെയ്യില്ല. അവിടെ ഒരുത്തിയുണ്ടല്ലോ ഷാഹിന. ഹേയ്, അവളൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ. അവളൊക്കെ ഒരു ലിമിറ്റിന്. അത് അവളെന്ന് വെച്ചാൽ തറവാട്ടത്തെ കുട്ടിയല്ലേ. തറവാട്ടത്തെ കുട്ടിയോ? തറവാട്ടത്തെ കുട്ടികളെന്താ സാധാ മനുഷ്യ കുട്ടികളല്ലേ? അല്ല, ഉമ്മ പറഞ്ഞ തറവാട്ടിൽ പിറന്ന കുട്ടി നല്ല സമ്പത്തുള്ള കുട്ടി. ഓഹോ, അങ്ങനെ മനുഷ്യന്മാരെ തരം തിരിക്കണമെന്ന് ആരാ പറഞ്ഞത്? അത് ഉമ്മയുടെ ഓരോ ബുദ്ധിമോശമാണ്. എൻ്റെ ഉമ്മ ആയതുകൊണ്ട് കുറ്റം പറയില്ല. എനിക്കതിനോട് താല്പര്യമില്ല കേട്ടോ. തറവാട്ടിൽ പിറന്നാലും ഇനിയിപ്പോൾ അതല്ല വെറും മണ്ണിൽ പിറന്നാലും ഭൂമിയിൽ പിറന്ന ഒക്കെ കുട്ടികൾ അള്ളാഹു തരുന്ന മക്കൾ തന്നെയാണ്. അതും ആക്കി മാറ്റുന്നത് അതിൻ്റെ മുൻ തലമുറക്കാർ മനുഷ്യന്മാരാണ്. അന്യജാതിക്കാർ, അതുപോലെ തന്നെ ഉയർന്ന ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ, അങ്ങനെയുള്ള മനുഷ്യന്മാർ പിറന്ന് വീഴുമ്പോൾ ഒക്കെ ഒരു മക്കളാണ്. പിന്നെ മാറ്റി മറിക്കല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോടേ താല്പര്യമില്ല. ഈ പാവപ്പെട്ടവരെ അടിച്ചമർത്തുക, അവരെ താഴ്ന്ന ജാതിക്കാരെന്ന് വിളിക്കുക. പണ്ടൊക്കെ ഒരു കുളം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു കുളത്തിൽ എന്താണ്, ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ഒരു ഭാഗത്ത്, താഴ്ന്ന ജാതിക്കാർ മറ്റൊരു ഭാഗത്ത്. ഒക്കെ മനുഷ്യന്മാരല്ലേ എൻ്റെ മുസ്സി. എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. ഉമ്മാൻ്റെ ആ ചിന്താഗതി മാറ്റാൻ എനിക്ക് കഴിയണമില്ല. എത്രയോ വട്ടം ഞാൻ പറഞ്ഞതാണ്. ഇനി ഉമ്മയുടെ ഇഷ്ടം പോലെ അങ്ങ് ജീവിക്കട്ടെ. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാ. ഉമ്മാക്ക് ഒരാളെ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തേക്കണ്. എന്നാലും സിനു പറഞ്ഞില്ലല്ലോ അതാരാന്ന്. തൽക്കാലം ഞാൻ നിൽക്കാൻ കഴിച്ച പെണ്ണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇനി അതിൽ മാറ്റം വരുത്തുന്നില്ല. കാരണം ഉമ്മയുടെ ഭാഗം അങ്ങോട്ട് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു. അതങ്ങോട്ട് ക്ലിയർ ആയിക്കണിപ്പോൾ. അവിടെ നിൽക്കട്ടെ. പിന്നെ പണിയെടുക്കാനും ഇതൊക്കെ വരാത്തതിന് ഉമ്മ അങ്ങനെ ദേഷ്യം പിടിച്ച് പറയാറുണ്ട്. ഞാനത് മൈൻഡ് ചെയ്യാറുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറഞ്ഞുകൂടെ തന്നു. എന്തിനാ മൈൻഡ് ചെയ്യണത്? നല്ല രീതിയിൽ നിന്നിരുന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ ഇവിടെ. അവളെ ഓരോ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് ചുമത്തി സംഭവം അങ്ങനെ കാക്കിട്ടില്ലേ. നോ പ്രോബ്ലം. അതിലൊന്നും എൻ്റെ പൊന്നും മോളെ എനിക്കൊരു കുഴപ്പമില്ല. നീയേ എന്താന്ന് വെച്ചാൽ ഇപ്പം നിൻ്റെ മനസ്സിലെ ടെൻഷനും പേടിയൊക്കെ ഒന്ന് ഒഴിവാക്ക്. ചെല്ലേ, റിലാക്സ്, കൂൾ ഡൗൺ. പോരട്ടെ. നിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ എൻ്റെ ഭർത്താവ് മാത്രമുള്ള ലോകത്തിലേക്കാണ് ഞാൻ ജീവിക്കുന്നത്, അവിടേക്കാണ് ഞാൻ പോകുന്നതെന്ന് നീ വിചാരിക്കും പെണ്ണേ. സിനു, അത് എന്താ എൻ്റെ പെണ്ണേ, ഇനി ഞാൻ എന്താ ചെയ്യുക? നിനക്ക് അവിടുത്തെ ഉമ്മാൻ്റെ അടുത്തുള്ള ആ പണി ഇതൊക്കെ തന്നെ നടക്കുള്ളൂ തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, ഉമ്മ ചീത്ത പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. ചീത്ത പറയണമെങ്കിൽ ഞാൻ കേട്ടോളാം. അങ്ങനെ അതാ അവർ ചുരം കയറി തുടങ്ങുന്നു. സിനു സത്യമായിട്ടും പോവുകയാണോ? ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ ടെൻഷൻ ഒഴിവാക്ക്. നിൻ്റെ ഭർത്താവാണ് പറയുന്നത്. മനസ്സിലെ ടെൻഷൻ ഒഴിവാക്ക്, റിലാക്സ് ആവ്. വാ, നമുക്കും വേണ്ടേ എൻ്റെ പെണ്ണെ നല്ലൊരു ജീവിതം. ഒരാളെ പേടിച്ച് മാത്രം ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് പറയുന്നത്. നീ ഒന്ന് കൂളാവ്. എന്താണ് ഇത്ര തണുപ്പുള്ള സ്ഥലത്തൊക്കെ എത്തിയിട്ടും നീ ഇത്രമാത്രം ഇങ്ങനെ ടെൻഷനാകാൻ? ടെൻഷനൊന്നുമില്ല. എന്നാലും പഠിച്ചവനെ, ഇങ്ങനത്തെ ഒരു കുട്ടിനെയാണ് ഞാൻ കെട്ടിയത്. എൻ്റെ ഉമ്മ പറഞ്ഞത് ശരി, എൻ്റെ കുട്ടി പാവാണ്. ശരിയാണ്, ഒരാൾക്ക് വേണ്ടി ജീവിക്കുക, അതാണ് നിൻ്റെ ആഗ്രഹം. ഒരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക. എന്താ അല്ലേ? അല്ലാതെ നിനക്ക് വേണ്ടി നീ ജീവിക്കണില്ല എൻ്റെ പെണ്ണെ. നിനക്ക് വേണ്ടി നീ ജീവിക്ക്. നിൻ്റെ ഭർത്താവിന് വേണ്ടി നീ ജീവിക്ക്. വീട്ടിലത്തെ കാര്യങ്ങളും വീട്ടുജോലിക്കും വേണ്ടി മാത്രം ജീവിക്കണ ഒരു യന്ത്രമാകാതിരിക്കണം എൻ്റെ മുഹ്സിന നീയെ. ഭർത്താവിൻ്റെ ആ ഒരു ഉപദേശങ്ങളും വിശദീകരണങ്ങളും കേട്ട് അവൾക്കൊന്നും കാര്യമായിട്ട് പറയാനുണ്ടായിരുന്നില്ല. ദേ അങ്ങോട്ട് നോക്ക്. അങ്ങനെ വരട്ടെ, നിൻ്റെ ചിന്ത മാറി വരട്ടെ. എന്ത് ഭംഗിയാണല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ. പ്രകൃതിയിലെ ആ ഒരു മനോഹരമായ, അതെ വാ എൻ്റെ മുഹ്സി, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വാ പെണ്ണേ. വെറും ആ ഒരു അടുക്കളയും ആ ഒരു അടുപ്പും ആ ഒരു ക്ലീനിങ്ങും കാര്യം മാത്രമാണ് നിൻ്റെ ചിന്തയിൽ വന്നിട്ടുള്ളത്. പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണുവാൻ വരാൻ നിനക്ക് താല്പര്യം കുറവ്. ഒറ്റയ്ക്ക് ടൂറ് പോകാൻ താല്പര്യം കുറവ്. എല്ലാത്തിലും കുറവ്. ഒരാളെ പേടിച്ചല്ല നിൽക്കണത്. അങ്ങനെ അതാ
അവർ പ്രകൃതി രമണീയമായ ആ സ്ഥലത്തൂടെ കയറി കയറി അവർ വിചാരിച്ച സ്ഥലത്ത്. അല്ല, ഇതെന്താ? ഇതാണ് പെണ്ണേ റിസോർട്ട്. ഓർമ്മയില്ലേ നിനക്ക് ഒരിക്കൽ പോകുന്നത്? അത് വേറെ, ഇത് വേറെ. ഇവിടെ ഇവിടെ എന്താ, ഊഞ്ഞാലുണ്ട്, ഇഷ്ടം പോലെ കളിക്കാനുള്ള സൗകര്യമുണ്ട്, സ്വിമ്മിങ് പൂളുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് പെണ്ണേ. എന്താ, ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്തൂടെ എനിക്കും നിനക്കും മാത്രമായിട്ട്? നമ്മളെ മാത്രമുള്ള ലോകത്ത് ഒരാളെ പേടിക്കാതെ. അവൾക്ക് അപ്പോഴാണ് ഒന്ന് ചിരി വിടർന്നത്. കണ്ടില്ലേ, ഈ പെണ്ണ് ചിരിക്കുമ്പോൾ എന്ത് ഭംഗിയാ റബ്ബേ. ആ മുഖത്ത് ആ നുണക്കുഴി ഇങ്ങോട്ട് വിരിയുമ്പോഴേ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. എന്താ പെണ്ണേ, ഇവിടെ എത്തിയപ്പോൾ ഒന്നും കൂടി സൗന്ദര്യം കൂടിയോ നിനക്ക്? സത്യം പറയാം, എനിക്ക് നിൻ്റെ കൂടെ ഒറ്റക്ക് ജീവിക്കണം എൻ്റെ മുസ്സി. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി നിനക്ക് ഒരു പക്ഷേ നമ്മൾ ഇന്നത്തെ ഈ ജീവിതം ഒരു പക്ഷെ നാളെ കിട്ടിയെന്ന് വരില്ല. നാളെ അവിടെ എത്തുമ്പോൾ മൊത്തത്തിൽ മാറും. കാരണം എന്താ, ഉമ്മയായ ആ ഒരു സെക്യൂരിറ്റി പിന്നാലെ നടക്കുന്നിടത്തോളം കാലം എൻ്റെ മുസ്സി എനിക്ക് നിൻ്റെ കൂടെ സംസാരിക്കാൻ ഇടപഴകാനും ചാൻസ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ച് പോവും, എനിക്ക് ഉറപ്പുണ്ട്. സിനു, അത് എനിക്കറിയാം അങ്ങനെയൊക്കെ വരുമെന്ന് എനിക്കറിയാം. ഇല്ല, ഞാനങ്ങനെയൊന്നും ചെയ്യില്ല. ഇന്ന് നീ പറയും, പക്ഷേ നാളത്തെ അവസ്ഥ വളരെ പരിതാപകരായിരിക്കും ഒരു പക്ഷേ. നീ എൻ്റെ കൂടെ ഉണ്ടായാൽ പോലും എനിക്ക് നിൻ്റെ കൂടെ ഒന്ന് ഇരിക്കാനോ സംസാരിക്കുവാനോ കിടക്കുവാനോ സാധിക്കില്ല, അല്ലേ? സിനു, അത് പിന്നെ ഉമ്മ ഉണ്ടാവുമ്പോൾ ഉമ്മ പറഞ്ഞതനുസരിച്ച്. അതാണ്, ഉമ്മ പറഞ്ഞതനുസരിച്ച് നിൽക്കണം. സത്യത്തിൽ എൻ്റെ പെണ്ണിനോട് ഞാൻ പറയാനുള്ളത്, എനിക്കൊന്നും പറയാനില്ല. ഇന്നത്തെ ദിവസം നീ എനിക്ക് വേണ്ടിയിട്ട് വിട്ടുതരണം. നമ്മുടേതായ ലോകത്ത് സിനാനും മുഹ്സിനും മാത്രമുള്ള ലോകമാണ് ഇന്നത്തെ ലോകം. ഇന്നത്തെ ലോകം വളരെയധികം മനോഹരമായിരിക്കണം. അങ്ങനെ അതാ ആ മനോഹരമായ റിസോർട്ടിലേക്ക് മുഹ്സിനെയും സിനാനും വണ്ടി തിരിക്കുന്നു. ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് അവർ വന്നു പെട്ടത്. അവൾ ചുറ്റും നോക്കി. മാഷാ അല്ലാ, എത്ര മനോഹരം. മുഹ്സി, ആ വാതിലും തുറന്നേ. അവൾ വാതിൽ തുറന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു റൂമിൻ്റെ പ്ലാനിങ് ഒക്കെ. ബെഡിനടുത്തായിട്ട് നല്ലൊരു ഗ്ലാസ് വിൻഡോ, അതിലൂടെ പുറത്തെ കാഴ്ചകൾ കാണുവാനുള്ള ഓപ്ഷൻസ്. ശരിക്കും അവൾക്കത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പോരെ റൂം, നിനക്കുള്ളത് പോരെ? സിനാൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവളുടെ കണ്ണുകൾ വിടർന്നു. മാഷാ അല്ലാ, നല്ല ഭംഗിയുണ്ടല്ലേ. അത് തന്നെ. ഇന്നെൻ്റെ പ്രിയപ്പെട്ട മുഹ്സി, നമുക്കിവിടെ അങ്ങ് സുഖമായി കഴിയാം. ഇവിടുത്തെ പൂളും കാര്യങ്ങളും ആസ്വദിച്ചുകൊണ്ടും ഇവിടുത്തെ ഫുഡ് കഴിച്ചുകൊണ്ടും ഇവിടെ നല്ല തണുപ്പിൽ കിടന്നുറങ്ങിക്കൊണ്ടും. എന്താ, നടക്കൂലേ? നടക്കും. അങ്ങനെ അതാ ആ ദിവസം സിനാനും മുഹ്സിനും അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. മുഹ്സിയെ സിനാൻ ഊഞ്ഞാലിൽ ആട്ടിക്കൊടുക്കുന്നു. അവളെ തണുപ്പുള്ള സ്വിമ്മിംഗ് പൂളിൽ നീന്തുവാൻ പറയുന്നു. പെണ്ണെ, നിനക്ക് നീന്തൽ അറിയില്ലേ? കുറച്ചൊക്കെ ചെറുപ്പത്തിൽ നിന്ന്. ഇപ്പോൾ പിന്നെ നീന്താൻ അവസരമില്ലല്ലോ. നീന്തണം, നമ്മളെല്ലാം പഠിക്കണം. പെണ്ണുങ്ങളാണെന്ന് വിചാരിച്ച് ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല. എല്ലാവർക്കും പടച്ചോൻ കഴിവ് നൽകിയിട്ടുണ്ട്. നീന്തലും കുളിയും എല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിഞ്ഞ് അവർ അവരുടെ ബെഡ്റൂമിലെത്തി. സിനാനത അവളോട് പറയുന്നു, മുഹ്സി, ഞാനും നീയും മാത്രമുള്ള ഒരു ലോകം എങ്ങനെയുണ്ടാകും? അത് എല്ലാവരും വേണം, അതാണ് രസം. എല്ലാവരും വേണം, അതാണ് രസം. പക്ഷേ അതിൻ്റെ പിന്നിൽ മറ്റു കാര്യങ്ങളുണ്ടാവും. എൻ്റെ പെണ്ണെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. കുറച്ച് ദിവസം നമുക്ക് ഇവിടെ അങ്ങ് തങ്ങിയാലോ? എങ്ങനെ ഉണ്ടാവും? അല്ല പഠിച്ചോൻ്റെ ഉമ്മ. ഇപ്പോഴും നിനക്ക് പേടി സ്വപ്നമാണല്ലോ എൻ്റെ ഉമ്മ. ഉമ്മാക്ക് കൊടുക്കാനുള്ള മരുമകളെ ഞാൻ കൊടുത്തു കഴിഞ്ഞതാണ്. എൻ്റെ മുസ്തി എനിക്ക് സ്വന്തമാക്കാനും എൻ്റെ മുസ്തിയുമൊത്തുള്ള ജീവിതം എനിക്ക് ആസ്വദിക്കാനും അതൊരു അനിവാര്യ ഘടകമായിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ സമ്മതിക്കൂല എൻ്റെ പെണ്ണെ. എങ്ങനെ സമ്മതിക്കാൻ? സമ്മതിക്കില്ല, എനിക്കറിയാം. എൻ്റെ ഉമ്മ ആയതുകൊണ്ട് പറയല്ല, ഉമ്മാക്ക് ഇഷ്ടമല്ല അത്. കുറച്ചൊക്കെ ഭാര്യമാരെ ചീത്ത പറഞ്ഞ് പേടിപ്പിച്ചങ്ങ് നിർത്തണം. എന്നാൽ ഭയങ്കര ഇഷ്ടം ഉമ്മാക്ക്. അല്ലാതെ അവരോട് സ്നേഹത്തോടൊരു വാക്ക് പറയുകയോ അവരോടൊന്ന് അടുത്ത് ഇടപഴകുകയോ ഒന്ന് തലോടുകയോ എന്തെങ്കിലും പറഞ്ഞാൽ ഉമ്മാക്ക് ദേഷ്യം പിടിക്കും. അതുകൊണ്ട് തന്നെ ഉമ്മാനെ ദേഷ്യം പിടിപ്പിക്കാതെ അങ്ങ് നിർത്താൻ ഒരേ ഒരു വഴിയാണ് ഞാൻ കണ്ടുപിടിച്ചത്. അതാണ് ഷാഹിന. മുഹ്സിന എൻ്റെ ഭാര്യയാണെങ്കിൽ ഷാഹിന എന്നുള്ള വ്യക്തി ഉമ്മയുടെ ഒരു മരുമകൾ എന്ന് കരുതിയിട്ട് എൻ്റെ ഭാര്യയല്ല കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. അത് കേട്ട് മുഹ്സിന ചിരിച്ചു. സിനു, എന്നാലും എങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു? അതൊക്കെ ഉണ്ട് പെണ്ണേ.
ഉമ്മ അറിഞ്ഞാലേ എന്നെ തല്ലി കൊല്ലും, ബാക്കി വെച്ചേക്കില്ല. അവരുടെ സന്തോഷകരമായ ആ ഒരു ജീവിതം ആ റിസോർട്ടിൽ അവരതാ അനുഭവിച്ച് തീർക്കുന്നു. സിനാൻ്റെയും മുഹ്സിനയുടെയും ജീവിക്കുവാനുള്ള ആഗ്രഹം. ഉമ്മ ഇതിന് ശരിക്കും ഒരു വിലങ്ങുതടി തന്നെയാണ്. സിനാൻ ഇതിനെ മറ്റൊരു മാർഗം തിരഞ്ഞെടുത്തു. അതാണ് ഷാഹിന. അവരുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സന്തോഷങ്ങൾ ഉണ്ടാകും, അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെതാ ഈ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മുഹ്സിനും സിനാനും ഒരുമിക്കുകയാണ്. അവരുടെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ബാക്കി വെച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള സ്വന്തമായ ജീവിതത്തിലേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.